ഞാനിതാ പഴുത്ത തൊലിയൊക്കെ കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരുപാട് സ്നാക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഈസി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അതിനായിട്ട് നേന്ത്രപ്പഴം ഇതുപോലെ ഞാൻ ചെരിച്ച് കുറച്ചൊരു കനത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പ്ലേറ്റിലേക്ക് കുറച്ച് മൈദപ്പൊടി ആട്ടോ എടുത്തുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ പൊടിയോ അല്ലെങ്കിൽ നൈസായിട്ടുള്ള അരിപ്പൊടിയൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം ഈ മൈദപ്പൊടിയിൽ നന്നായിട്ടൊന്നിങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്നിങ്ങനെ കോട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പഴം കംപ്ലീറ്റ് ആയിട്ട് ഞാനിതാ കോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ബൗളിലേക്ക് ഒരു മുട്ട കേട്ടോ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ കുറച്ച് ഏലക്കായുടെ പൊടി, ഒരു നുള്ളു ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വെക്കണേ. ഇനിയിപ്പോൾ ഇതാ ഞാനിവിടെ സേമിയ കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ നേരെ സേമിയാണ് എടുത്തത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സാധാരണ കുറച്ച് വണ്ണമുള്ള സേമിയ ഉണ്ടല്ലോ, അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. വറുത്ത സേമിയ വറുക്കാത്ത സേമിയ ഒന്നും കുഴപ്പമില്ല. നേരിയ സേമിയ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റേ സേമിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിതാ കൈകൊണ്ട് അതൊന്നിങ്ങനെ പൊട്ടിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പഴം ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ മുട്ടയിൽ മുക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സേമിയയിലേക്ക് ഇട്ടിട്ടൊന്നിങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്കിങ്ങനെ കോട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കയ്യിലൊക്കെ സേമിയ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒന്നാമത്തത് ഇങ്ങനെ ഒരുവിധം കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ പഴം എല്ലാം മുട്ടയിൽ ഇങ്ങനെ മുക്കിയതിന് ശേഷം ആ സേമിയയിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിരത്തി വെച്ചതിന് ശേഷം പിന്നെ അതിങ്ങനെ കോട്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടാട്ടോ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിതാ തിരിച്ചു മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു മുട്ടയുടെ നനവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ പ്രസ്സായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് കിട്ടിക്കോളും. അങ്ങനെ ഇതാ നമ്മൾ എല്ലാ പഴവും ഇതുപോലെ കോട്ട് ചെയ്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ കിളിക്കൂടൊക്കെ ഉണ്ടാക്കുന്നില്ല, അതുപോലെ ആ ഒരു സേമിയൻ്റെതായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓയിലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നാടൻ ഈ ടൈപ്പ് പഴം പൊരിച്ചതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പം വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് എന്നുള്ളത്. അപ്പം നമ്മളിതാ ഇട്ട് കൊടുത്തിട്ട് ഒരു ഭാഗം ചെറുതായിട്ടൊന്നിങ്ങനെ ഫ്രൈ ആകുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് ഇടുന്ന സമയത്ത് ഇത്തിരി ഫ്ലെയിം കൂട്ടി വെക്കാട്ടെ. പിന്നെ നമ്മൾ പെട്ടെന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. കാരണം സേമിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോട്ടോ. അപ്പോൾ നമ്മളിതാ തിരിച്ച് മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് ഇതൊന്നിങ്ങനെ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു എണ്ണയിൽ കിടക്കുന്ന കുറച്ച് സേമിയ അതുപോലെ ഇങ്ങനെ കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ അങ്ങ് കരിഞ്ഞു പോട്ടോ. അപ്പോൾ അതും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക. സേമിയ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനും. അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം കംപ്ലീറ്റ് ആയിട്ടും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാട്ടോ നമ്മൾ ചെയ്തെടുത്തുള്ളത്. സാധാരണ ടൈപ്പ് ഒരു പഴംപൊരി തന്നെയാണ്. അപ്പോൾ അതിലിങ്ങനെ കോട്ടിങ് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആകെ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്ലേറ്റ് നിറയെ നല്ല അടിപൊളിയായിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. പുറം ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പഴംപൊരിച്ച തന്നെയാണ്, പക്ഷേ അതിൻ്റെ പുറമെ ക്രിസ്പിയൊക്കെ ആയിട്ട് ഒരു ന്യൂജൻ പഴംപൊരിച്ച കേട്ടോ. അതാണ് കറക്റ്റ് ഒരു പേര് പറയാൻ പറ്റും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരൊറ്റ പഴം വെച്ചിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ പഴം പൊരിച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുത്.